ഹലോ മക്കളെ, നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 3-ാം ക്ലാസ്സിൻ്റെ മലയാളത്തിലെ 6-ാമത്തെ യൂണിറ്റ് മാനത്തോളം എന്നതിലെ ഒരു പാഠഭാഗമാണ്. കാഴ്ചയ്ക്കപ്പുറം അല്ലേ? നമുക്കൊന്ന് വായിക്കാം. ടീച്ചർ ഒരു മാജിക് കാണിച്ചു തന്നില്ലേ? അതിലൊരു ചെറിയ സൂത്രം മാത്രമേ ഉള്ളൂ. അതെന്താണെന്ന് കണ്ടെത്തിയില്ലേ? ശാസ്ത്രത്തിൻ്റെ സഹായത്തോടെയാണ് പലരും പല അത്ഭുതങ്ങളും കാണിക്കുന്നത്. ചിലപ്പോൾ ചിലർ അത്ഭുതങ്ങൾ കാട്ടി നമ്മെ പറ്റിക്കും. നാം ശാസ്ത്രം പഠിക്കുന്ന കുട്ടികളാണ്. ആർക്കും നമ്മെ കബളിപ്പിക്കാൻ സാധിക്കരുത്. അത്ഭുത കാഴ്ചകൾക്ക് പിന്നിലെ രഹസ്യം കാട്ടിത്തരികയാണ് പാപ്പുട്ടി മാഷ്. മാഷ് എഴുതിയ ഒരു മാജിക് കഥ വായിക്കൂ. അപ്പോൾ ഒരു മാജിക് കഥയാണല്ലേ നമുക്ക് വായിക്കാനുള്ളത്. കുപ്പി പഴം വിഴുങ്ങണ കാണണോ? കുപ്പി പഴം വിഴുങ്ങുമോ മക്കളെ? നമുക്ക് നോക്കാല്ലേ. ശ്രീദേവി വന്നപാടെ കയ്യിലിരുന്ന കുപ്പി മാഷുടെ മേശപ്പുറത്ത് വെച്ചു. അല്പം വലിയ വായുള്ള മുഴുത്ത കുപ്പി. മാഷ് ചോദിച്ചു, ചിരുതക്കുട്ടി എന്താ ഇന്നൊരു കുപ്പിയുമായി? നാളെ വീട്ടിൽ കള്ളപ്പം ഉണ്ടാക്കുന്നുണ്ടോ? ഇത് കള്ള് വാങ്ങുന്ന കുപ്പിയൊന്നല്ല മാഷേ, ഇതൊരു അത്ഭുത കുപ്പിയാ, പഴം വിഴുങ്ങണ കുപ്പി. അല്ലേ? മാഷോട് പറയാണ് ശ്രീദേവി, ഇതൊരു അത്ഭുത കുപ്പിയാന്നല്ലേ. എന്തെങ്ങനെയാണുള്ള അത്ഭുതം കാണിക്കുന്നത്? പഴം വിഴുങ്ങണ കുപ്പിയാന്ന്. പഴം വിഴുങ്ങണ കുപ്പിയോ? കൊള്ളാലോ, അതൊന്ന് കാണണമല്ലോ. അതിന് പഴമെവിടെ? മാഷ് ചോദിക്കുകയാണ്, അതിന് പഴമെവിടെ? പഴം ഞാനിപ്പം കൊണ്ടുത്തരാം. ഉണ്ണി അടുക്കളയിലേക്ക് ഓടി. ഒരു റോബസ്റ്റ പഴവുമായി അവൻ തിരിച്ചു വന്നു. പഴത്തിൻ്റെ തൊലി അല്പം നീക്കി അവൻ അത് കുപ്പിയുടെ വായിൽ കാണിച്ചു. ഇത് തിന്നണില്ലല്ലോ. അപ്പോൾ ശ്രീദേവി ഉണ്ണിയോട് പറയാണ്, എല്ലാവരും കൊടുത്താൽ തിന്നൂല പൊട്ട, ഉടമസ്ഥൻ തന്നെ കൊടുക്കണം. അവൾ പഴം വാങ്ങി തൊലിയുരിഞ്ഞ ഭാഗം കുപ്പിയുടെ വായിൽ കടത്തി വെച്ചിട്ട് പറഞ്ഞു, കുപ്പി തിന്നോളൂ. ഒന്നും സംഭവിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ഉണ്ണി കളിയാക്കാൻ തുടങ്ങി. കുപ്പിയുടെ വായിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം അവൾ പറയാണ്, എന്ത്? കുപ്പി തിന്നോളൂ എന്ന്. പക്ഷേ ഒന്നും സംഭവിക്കാത്തത് കണ്ടപ്പോൾ ഉണ്ണി അവളെ കളിയാക്കാൻ തുടങ്ങി. അങ്ങനെ അവൻ പറഞ്ഞു, ഈ ചേച്ചിക്കൊന്നും അറിയില്ല അല്ലേ അച്ഛാ? കുപ്പി പഴം തിന്നുമോ? പഴം തിന്നും, ഇപ്പം വിശപ്പില്ലാഞ്ഞിട്ടാ, ശ്രീദേവി ഉറപ്പിച്ചു പറഞ്ഞു. നുണ നുണ, പച്ച നുണ, ഉണ്ണി കൂവിയാർത്തു. ശ്രീദേവി ഒരധ്യാപികയുടെ ഗൗരവത്തിൽ പറഞ്ഞു, എന്നാ നീ പോയി ഒരു തീപ്പെട്ടി എടുത്തോണ്ട് വാ. അതെന്തിനാ? കുപ്പിക്ക് വിശപ്പുണ്ടാക്കാൻ. വിശ്വാസം വന്നില്ലെങ്കിലും അവൻ ഓടിപ്പോയി തീപ്പെട്ടി എടുത്തുകൊണ്ടുവന്നു. ശ്രീദേവി കുപ്പിയുടെ വായിൽ നിന്ന് പഴം എടുത്തു മാറ്റി. എന്നിട്ട് തീപ്പെട്ടി ഉരച്ച് ഒരു കഷ്ണം കടലാസ് കത്തിച്ച് കുപ്പിക്കുള്ളിലിട്ട് അത് കത്തിത്തീരും മുന്നേ പഴം ആദ്യത്തെ പോലെ കുപ്പിയുടെ വായിൽ തിരുകി. പിന്നെ മാന്ത്രികയെപ്പോലെ അവൾ അംഗവിക്ഷേപങ്ങൾ കാട്ടിക്കൊണ്ട് ആജ്ഞാപിച്ചു, കുപ്പി പഴം വിഴുങ്ങിക്കോളൂ. 1 2 3. അത്ഭുതമെന്ന് പറയട്ടെ, പഴം പതുക്കെ കുപ്പിക്കുള്ളിലേക്ക് ഇറങ്ങിപ്പോയി. തൊലി മാത്രം കുപ്പിയുടെ വായ മൂടിക്കൊണ്ട് പുറത്തും. ഉണ്ണി വായ പൊളിച്ച് അത് കണ്ടു നിന്നു. മാഷിക്ക് നല്ല രസം തോന്നി. അപ്പോൾ ശ്രീദേവി എന്താ ചെയ്തത്? ആദ്യം തന്നെ ഒരു കടലാസ് കത്തിച്ച് ആ കുപ്പിക്കുള്ളിലേക്ക് ഇട്ടു അല്ലേ. അതിനുശേഷം തൊലിയുരിഞ്ഞ ഭാഗം കുപ്പിക്കുള്ളിലേക്ക് കടത്തി വെച്ചപ്പോൾ മെല്ലെ പഴം ഇറങ്ങി കുപ്പിക്കുള്ളിലേക്ക് പോയി. മാഷ് പറഞ്ഞു, കൊള്ളാം, ആരാ നിനക്ക് ഈ വിദ്യ കാണിച്ചു തന്നേ? ഞങ്ങളുടെ സയൻസ് മാഷ്. ഇത് കാണിച്ചു തന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു, പഴം എന്തുകൊണ്ടാ കുപ്പിയിലേക്ക് ഇറങ്ങിപ്പോയതെന്ന്. എന്നിട്ട് നീ എന്തു പറഞ്ഞു? ഞാൻ മാത്രമല്ല, ആരും ഉത്തരം പറഞ്ഞില്ല. നാളേക്ക് ആലോചിച്ച് വരാൻ പറഞ്ഞു മാഷ്. ശരിയായ ഉത്തരം പറയുന്നവർക്ക് സമ്മാനമുണ്ട്. ഓ, ഇപ്പം മനസ്സിലായി കുപ്പിയും എടുത്തു വന്നതിൻ്റെ രഹസ്യം. എന്നെ കുപ്പിയിലാക്കാനാ? എന്തായാലും ഞാൻ പറഞ്ഞു തരില്ല. നീ പറഞ്ഞാൽ അത് ശരിയാണോന്ന് പരിശോധിക്കാൻ ഞാനും കൂടാം. ആയിക്കോട്ടെ, അത് മതി. എന്നാ പറയട്ടെ? ഓ, പറഞ്ഞോളൂ. കടലാസ് കത്തിച്ചിട്ടപ്പോൾ കുപ്പിക്കുള്ളിലെ വായു ചൂട് പിടിച്ച് വികസിച്ച് കുറേ പുറത്തേക്ക് പോയി. തണുക്കും മുമ്പേ പഴം കൊണ്ട് വായ അടച്ചു. പിന്നെ തണുത്തപ്പം ഉള്ളിലെ മർദ്ദം കുറഞ്ഞു. അപ്പോൾ പുറത്തു നിന്നുള്ള അധിക മർദ്ദം പഴത്തെ ഉള്ളിലേക്ക് തള്ളി. ശരിയല്ലേ? അപ്പോൾ മാഷ് അറിയാം, ആരാ നിനക്ക് ബുദ്ധിയില്ലെന്ന് പറഞ്ഞേ? നാളെ നിൻ്റെ സയൻസ് മാഷിക്ക് ഈ വിശദീകരണം കൊടുത്ത് സമ്മാനം വാങ്ങിയിട്ട് വേറൊരു പരീക്ഷണം കൂടി കാണിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ മാഷ് ഒരു പരീക്ഷണം ശ്രീദേവിക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ്? മാഷ് കടലാസ് മുറിക്കുന്ന കത്തി കുപ്പിക്കുള്ളിൽ കടത്തി. എന്നിട്ടോ പഴം കഷ്ണങ്ങളാക്കി പുറത്തെടുത്ത ശേഷം ഒരു കടലാസ് കഷ്ണം കൂടി അതിൽ കത്തിച്ചിട്ടു. ആദ്യം അതിനുള്ളിലെ പഴമൊക്കെ ഒരു കത്തി കൊണ്ട് കഷ്ണങ്ങളാക്കി പുറത്തേക്ക് എടുത്തു. എന്നിട്ട് വേറൊരു കടലാസ് കഷ്ണം കൂടെ ആ കുപ്പിക്കുള്ളിലേക്ക് കത്തിച്ചിട്ടു. അത് മുഴുവൻ കത്തിത്തീരും മുമ്പേ കൈവെള്ള കൊണ്ട് കുപ്പി അമർത്തി അടച്ചു.
അല്പം കഴിഞ്ഞു കൈ പൊക്കിയപ്പോൾ കുപ്പിയും കൂടെ പൊങ്ങി. അത് കയ്യിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. ഉണ്ണി ചാടി കുപ്പിയിൽ പിടിച്ചു വലിച്ചു നോക്കി. പോരുന്നില്ല. നല്ല ശക്തിയോടെ വലിച്ചപ്പോൾ ടപ്പ് എന്നൊരു ശബ്ദത്തോടെ കുപ്പി വേറിട്ട് പോന്നു. അപ്പോൾ മാഷ് എന്ത് പരീക്ഷണമാണ് കാണിച്ചു കൊടുത്തത്? ഒരു കുപ്പിയിലേക്ക് കടലാസ് കത്തിച്ചിട്ട് എന്ത് ചെയ്തു? അത് കത്തിത്തീരും മുമ്പേ തന്നെ കൈവെള്ളം കൊണ്ട് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ പൊത്തിപ്പിടിച്ചു, അല്ലേ? അമർത്തി അടച്ചു. അപ്പോൾ എന്താണ്? കൈ നമ്മൾ പൊക്കുന്നതിനനുസരിച്ച് കുപ്പിയും നമ്മുടെ കൈയിൻ്റെ കൂടെ തന്നെ പൊങ്ങുന്നുണ്ട്, അല്ലേ? ആ പരീക്ഷണം ഒന്ന് മക്കൾ ചെയ്ത് നോക്കേണ്ടി. എന്നിട്ട് മാഷ് കുട്ടികളോട് പറയാണ്, കണ്ടോ അന്തരീക്ഷം എത്ര ശക്തിയോടെയാണ് കയ്യിനെ അമർത്തി വെച്ചിരുന്നത്. വിടുവിച്ചപ്പം വായു കുപ്പിക്കുള്ളിലേക്ക് തള്ളിക്കയറിയ ശബ്ദം കേട്ടില്ലേ? ഞാനിത് നാളെ ക്ലാസ്സിൽ കാണിക്കും. ശ്രീദേവി ഒന്ന് ഷൈൻ ചെയ്യാൻ കിട്ടിയ അവസരത്തിൽ സന്തുഷ്ടയായി. ഇതിനകം ഉണ്ണി പരീക്ഷണം നടത്തി കൈ പൊള്ളിച്ചു കഴിഞ്ഞിരുന്നു. കടലാസ് കത്തിത്തീരും മുമ്പേ കൈകൊണ്ട് പൊത്തിപ്പിടിച്ചതാണ് കാരണം. പക്ഷേ അതൊന്നും കാര്യമാക്കാതെ അവനതാ അടുത്ത കടലാസ് കഷ്ണത്തിന് തീ കൊടുത്തു കഴിഞ്ഞു. രസകരമായിട്ടുള്ള ഒരു കഥയാണല്ലേ മക്കളെ? ഓരോ മാജിക്കിൻ്റെ പിന്നിലും ഓരോരോ കൺകെട്ട് വിദ്യകളുണ്ട്, അല്ലേ? നമുക്ക് കാണുമ്പോൾ ഒരു അത്ഭുതമായിട്ട് തോന്നും. പക്ഷേ അത് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ സീക്രട്ട് മനസ്സിലാവുള്ളൂ, അതിനുള്ളിലെ രഹസ്യങ്ങൾ മനസ്സിലാവുള്ളൂ. പ്രൊഫസർ കെ പാപ്പുട്ടി, ചിരുതക്കുട്ടിയും മാഷും. ഇനി നമുക്കിതിലെ ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്താണ്? ശ്രീദേവിയും മാഷും ചെയ്ത പരീക്ഷണങ്ങൾ ചെയ്തു നോക്കൂ. ഉണ്ണിയെപ്പോലെ കൈ പൊള്ളിക്കരുതേ. പരീക്ഷണം ചെയ്തപ്പോൾ നിങ്ങൾക്കുണ്ടായ അനുഭവം എഴുതൂ. കുപ്പി പഴം വിഴുങ്ങണ കാണണോ എന്ന പാഠഭാഗം പഠിച്ചു കഴിഞ്ഞപ്പോൾ ടീച്ചർ ഞങ്ങളോട് ആ പരീക്ഷണം ചെയ്തു നോക്കാൻ പറഞ്ഞു. വീട്ടിലെത്തിയ ഉടനെ അമ്മയോട് ഒരു വാഴപ്പഴവും കുപ്പിയും സംഘടിപ്പിച്ചു. തീപ്പെട്ടിയും പേപ്പറും എടുത്തു. മാജിക് കാണാൻ എല്ലാവരെയും വിളിച്ചു. ഞാൻ എന്താണ് കാണിക്കുന്നത് എന്ന് നോക്കി എല്ലാവരും ആകാംക്ഷയോടെ നിന്നു. ഞാൻ ആദ്യം കുപ്പിയെടുത്ത് മേശയുടെ മുകളിൽ വെച്ചു. എന്നിട്ട് ഞാനൊരു പേപ്പർ കത്തിച്ച് കുപ്പിക്കുള്ളിലേക്ക് ഇട്ടു. അത് കത്തിത്തീരും മുമ്പേ പഴം ഒരു ഭാഗം തൊലിച്ച് കുപ്പിയുടെ വായ്ഭാഗത്ത് വെച്ചു. എന്നിട്ട് പഴക്കൊതിയൻ കുപ്പി തിന്നോളൂ എന്ന് പറഞ്ഞു. കുപ്പി പതിയെ പഴം തിന്നാൻ തുടങ്ങി. എല്ലാവരും അത്ഭുതത്തോടെ കൈയടിച്ചു. ഞാനൊരു മാജിക്കുകാരി തന്നെയെന്ന് എല്ലാവരും അഭിനന്ദിച്ചു. എനിക്ക് സന്തോഷമായി. അടുത്ത ചോദ്യം. മാഷിനെയും ശ്രീദേവിയെയും അമ്പരപ്പിച്ചുകൊണ്ട് ഉണ്ണി കാണിച്ച ഒരു മായാജാലത്തിൻ്റെ ചിത്രം കണ്ടല്ലോ. അത് നിങ്ങൾ ചെയ്തു നോക്കൂ. ചെയ്തപ്പോഴുണ്ടായ അനുഭവം എഴുതൂ. ഞാൻ വീട്ടിലെത്തിയ ഉടനെ കൂട്ടുകാരെയും കൂട്ടി ഉണ്ണി ചെയ്ത മാജിക് വീട്ടിൽ വെച്ച് ചെയ്തു. എങ്ങനെയാണെന്നോ? ഒരു ചെറിയ ചില്ലു ഗ്ലാസ്സിൽ നിറയെ വെള്ളമെടുത്തു. അതിലൽപ്പം ചുവന്ന ചായം ചേർത്തു. കട്ടിയുള്ള ഒരു കടലാസ് എടുത്ത് അതിൻ്റെ വായ്ഭാഗം മൂടി. എന്നിട്ട് കടലാസിൽ മുറുകെ പിടിച്ച് പതിയെ കമഴ്ത്തി പിടിച്ചു. പേപ്പറിൽ നിന്നും പിടിവിടാൻ ചെറിയ പേടിയുണ്ടായിരുന്നു. വെള്ളം താഴെ വീണാലോ എന്ന് കരുതി മുറ്റത്ത് വെച്ചാണ് മാജിക് ചെയ്തത്. ഞാൻ പതിയെ പേപ്പറിൽ നിന്നും കൈമാറ്റി. അത്ഭുതം! വെള്ളം താഴെ പോകുന്നില്ല. എല്ലാവരും അഭിനന്ദിച്ചു. ഞാനൊരു മാജിക്കുകാരനാണെന്ന് അവർ പറഞ്ഞു. മൂന്നാമത്തെ ചോദ്യം മക്കൾ ചെയ്യേണ്ട പ്രവർത്തനമാണ്. ഇനി നാലാമത്തേത്. ക്ലാസ്സിൽ നടക്കുന്ന മായാജാല പ്രദർശനത്തിൻ്റെ അറിയിപ്പ് തയ്യാറാക്കി ക്ലാസ് അല്ലെങ്കിൽ സ്കൂൾ ഗ്രൂപ്പിൽ പങ്കുവയ്ക്കൂ. അപ്പോൾ മക്കൾ ആദ്യം തന്നെ ടെക്സ്റ്റിൽ ചോദ്യം എഴുതിയിട്ടില്ലേ ഒരു ബോക്സിൽ, അതുപോലെ ആക്കിയിട്ട് വേണം, അതിൻ്റെ ഉള്ളിലാണ് ഇതൊക്കെ എഴുതേണ്ടത്. പിന്നെ മാജിക്കുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ചിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിൽ എഴുതേണ്ട ഉള്ളടക്കം ഇങ്ങനെയാണ് ഏകദേശം കേട്ടോ. കുഞ്ഞു കുട്ടികളുടെ മായാജാലം. പ്രിയപ്പെട്ടവരെ, AMLP സ്കൂൾ കാരന്തൂരിലെ കുഞ്ഞു കൂട്ടുകാരുടെ മായാജാലം 2025 ഫെബ്രുവരി 17 വൈകിട്ട് 4 മണിക്ക് സ്കൂൾ അങ്കണത്തിൽ നടത്തപ്പെടുകയാണ്. മാജിക് ഷോയ്ക്കായി പ്രത്യേകമൊരുക്കിയ വേദിയിലാണ് പ്രദർശനം നടക്കുക. പഴം വിഴുങ്ങുന്ന കുപ്പി, വെള്ളത്തിലും കത്തുന്ന മെഴുകുതിരി, ഇഷ്ടം പോലെ മഴ തുടങ്ങിയ വൈവിധ്യമാർന്ന ജാലവിദ്യകളാണ് അവതരിപ്പിക്കുക. പരിപാടി കാണാനും കൊച്ചു കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇതുപോലെയൊക്കെ എഴുതാട്ടോ. അടുത്ത ചോദ്യം. ശാസ്ത്ര പരീക്ഷണങ്ങൾ വളരെ രസകരമാണ്. ഇതുപോലെ രസകരമായ നിരവധി കൗതുക കാഴ്ചകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇത്തരം കൗതുകങ്ങൾ ടീച്ചർ നിങ്ങൾക്ക് വായിക്കാൻ തരും. അപ്പോൾ വായിച്ച് കണ്ടെത്തിയ കാര്യങ്ങൾ കൂട്ടുകാരുമായി പങ്കുവയ്ക്കൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതാണ്. അടുത്ത ചോദ്യം. ശ്രീദേവി മാന്ത്രികയെപ്പോലെ ചില അംഗവിക്ഷേപങ്ങൾ കാട്ടിക്കൊണ്ട് ആജ്ഞാപിച്ചു. കുപ്പി പഴം വിഴുങ്ങിക്കോളൂ. 1 2 3. എന്താണ് ഈ അംഗവിക്ഷേപം?
കൈയും കാലും തലയും എല്ലാം ഒരു പ്രത്യേക രീതിയിൽ ചലിപ്പിക്കുന്നതിനാണ് അംഗവിക്ഷേപം എന്ന് പറയുന്നത്. കുപ്പിയോട് പഴം വിഴുങ്ങാൻ പറയുമ്പോൾ ശ്രീദേവി കാട്ടിയ അംഗവിക്ഷേപം എന്താവും? കാണിക്കൂ. അപ്പോൾ ശ്രീദേവി എന്തായിരിക്കും കാണിച്ചിട്ടുണ്ടാവുക? പഴത്തോട് കുപ്പിക്കുള്ളിലേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞ് കൈകൊണ്ട് ആക്ഷൻ കാണിച്ചിട്ടുണ്ടാവില്ലേ, ആംഗ്യങ്ങൾ കാണിച്ചിട്ടുണ്ടാവും. അതുപോലെ മറ്റെന്തെല്ലാം ആംഗ്യങ്ങളുണ്ട് ഇതുപോലെ മറ്റേതെങ്കിലും സന്ദർഭങ്ങളിൽ കാണിക്കുന്ന അംഗവിക്ഷേപങ്ങൾ ക്ലാസ്സിൽ അവതരിപ്പിക്കുമോ? അപ്പോൾ ഒരാൾ യാത്ര പോവുകയാണെങ്കിൽ നമ്മൾ ടാറ്റ കൊടുക്കൂലേ, പിന്നെ നമ്മൾ നല്ല സന്തോഷം വരികയാണെങ്കിൽ ഒരു ആംഗ്യമായിരിക്കും, വിഷമം വരുമ്പോൾ നമ്മൾ ഒരു ആക്ഷനാണ് കാണിക്കുക. അങ്ങനെയുള്ളതൊക്കെ എന്താണ്? അംഗവിക്ഷേപങ്ങളാണ് കേട്ടോ. അപ്പോൾ നിങ്ങളത് ക്ലാസ്സിൽ ചെയ്ത് കാണിക്കണേ. ഇനി അടുത്ത ചോദ്യം, പഴം പതുക്കെ കുപ്പിക്കുള്ളിലേക്ക് ഇറങ്ങിപ്പോയി. ഇവിടെ ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞാലും നമുക്ക് കാര്യം മനസ്സിലാവും. പക്ഷേ ഇറങ്ങിപ്പോയി എന്ന് പറയുന്നത് എന്തിനാവും? പ്രവൃത്തിയെ സൂചിപ്പിക്കുമ്പോൾ വാക്കുകൾ ആവർത്തിച്ച് വരുന്ന മറ്റ് സന്ദർഭങ്ങൾ പറയാമോ? പഴം ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞാലും സംഭവം എന്തെന്ന് വ്യക്തമാകും. എന്നാൽ ഇറങ്ങിപ്പോയി എന്ന് പറയുമ്പോൾ ഒരു ചലനത്തിൻ്റെ വ്യക്തമായ സൂചന ലഭിക്കും. ആ പ്രവൃത്തി തുടരുന്നതിൻ്റെ സൂചനയാണ് ഉള്ളത്. വളരെ സാവധാനം പഴം ഉള്ളിലേക്ക് പോയി എന്നതിൻ്റെ ദൃശ്യരൂപവും നമുക്ക് ലഭിക്കും. അതുകൊണ്ടാണ് അങ്ങനെ പ്രയോഗിക്കുന്നത്. കരഞ്ഞ് പറഞ്ഞ് ചാടി എഴുതി എന്നിങ്ങനെയുള്ള വാക്കുകളെല്ലാം തുടർച്ചയെ കാണിക്കുന്നതാണ്. അതായത് പഴം ഇറങ്ങിപ്പോയി എന്ന് പറയുന്ന സമയത്ത് അത് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്, ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ആ ഒരു സൂചനയാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ ഇറങ്ങിപ്പോയി എന്ന് പറയുമ്പോൾ സാവധാനം പഴം ഇറങ്ങിപ്പോയതാണ് എന്നുള്ളത് നമുക്ക് ഇങ്ങനെ മനസ്സിൽ കാണാനും കഴിയും അല്ലേ. ഉദാഹരണമായിട്ട് നമുക്ക് എന്തൊക്കെ പറയാം? തവള ചാടിപ്പോയി, കുഞ്ഞു കരഞ്ഞ് തളർന്നു, അവർ ചിരിച്ച് മണ്ണ് തപ്പി, ഞാൻ എഴുതി മടുത്തു, ഞാൻ പറഞ്ഞു മടുത്തു, ഞാൻ ഓടി ക്ഷീണിച്ചു, ഞാൻ വലിഞ്ഞു കയറി, ഞാൻ കുഴിച്ചു കുഴിയാക്കി. ഇതുപോലെ മക്കൾക്കും കൂടുതൽ എഴുതാട്ടോ. അടുത്ത ചോദ്യം എന്താണ്? എന്തെങ്കിലും ഒരു കാര്യം സാധിക്കാനായി ഒരാളോട് ഇഷ്ടം കൂടുന്നതിന് നാം സോപ്പിടുക എന്നൊക്കെ പറയാറുണ്ട്. ഇതിന് സോപ്പുമായി ഒരു ബന്ധവുമില്ല. ഇതുപോലത്തെ പ്രയോഗം ഒരു പാഠഭാഗത്തുണ്ട്, അത് കണ്ടെത്തൂ. ഇത്തരത്തിൽ ഒന്ന് പറഞ്ഞ് മറ്റൊരർത്ഥം സൂചിപ്പിക്കുന്ന കൂടുതൽ വാക്കുകൾ കണ്ടെത്തി എഴുതൂ. അപ്പോൾ ഈ ചോദ്യത്തിൽ നിന്ന് എന്താണ് പറയുന്നത്? നമ്മൾ പറയല്ലോ, ഇന്നെ സോപ്പിടണ്ട, അല്ലെ ഇന്നെ കുപ്പിയിലാക്കണ്ട, അല്ലേ, മണി അടിക്കേണ്ട എന്നൊക്കെ പറയുന്ന പോലത്തെ വാക്കുകളാണ്. ഒരു ബന്ധവും ഉണ്ടാവില്ല, അങ്ങനത്തെ വാക്കുകളാണ് കേട്ടോ. അപ്പം നമുക്ക് കൂടുതൽ നിങ്ങൾക്ക് വാക്യത്തിൽ പ്രയോഗിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അവിടെ നോക്കിക്കേ, പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങൾ കണ്ട് എൻ്റെ കിളി പോയി. അപ്പോൾ അവിടെ കിളി പോയി എന്നുള്ളതാണ് ആ വാക്ക് കേട്ടോ. പിന്നെയോ, ഇന്നലെ ക്രിക്കറ്റ് കളിയിൽ 3-ാം ക്ലാസ്സുകാർ ശരിക്കും ഞങ്ങളെ വെള്ളം കുടിപ്പിച്ചു. അപ്പോൾ വെള്ളം കുടിപ്പിച്ചിട്ടാണോ വെള്ളം കുടിപ്പിച്ചു പറയുന്നത്? അല്ല അല്ലേ. പിന്നെ ടീച്ചറെ മണിയടിച്ച് ഞങ്ങൾ ഇന്നലെ കുറേ പുസ്തകങ്ങൾ എടുത്തു. അപ്പോൾ ടീച്ചറെ വയ്യേക്ക് നടന്ന് മണിയടിക്കുകയാണോ ചെയ്യുന്നത്? അല്ലല്ലേ, ഒരു തരത്തിൽ സോപ്പിട്ടിട്ട് കുറച്ച് പുസ്തകങ്ങളൊക്കെ എടുക്കുകയാണ് അല്ലേ. പിന്നെ ഞാൻ ഇന്നലെ പാട്ട് പാടിയപ്പോൾ തീരെ നന്നായില്ല, എന്നിട്ടും വളരെ നന്നായി എന്ന് പറഞ്ഞത് എന്നെ ഒന്ന് ഇരുത്തിയതാണെന്ന് മനസ്സിലായി. അപ്പോൾ ഇരുത്തിയതാണ് കേട്ടോ അവിടെ വാക്ക്. അപ്പം നമ്മൾ ചില സമയത്ത് എന്തെങ്കിലും നന്നായിട്ട് ചെയ്തിട്ടില്ലെങ്കിലും ചിലവർ പറയൂലേ, വളരെ നന്നായിട്ടുണ്ട്, അത് നമ്മളെ ഒന്ന് ആക്കിയതാണെന്നൊക്കെ നമ്മൾ പറയില്ലേ. പിന്നെ പേമാരിയിൽ കൃഷി നശിച്ചവർ ഒന്ന് കര കയറണമെങ്കിൽ നമ്മളെല്ലാവരും നന്നായി സഹകരിച്ചേ മതിയാവൂ. അപ്പോൾ അവിടെ ഏതാണ്? കര കയറണമെങ്കിൽ. അപ്പോൾ പേമാരിയിൽ നിന്ന് അവർ കരയിലേക്ക് കയറുന്നതാണോ പറയുന്നത്? അല്ലല്ലേ, അവരൊന്ന് രക്ഷപ്പെട്ട് പഴയ രീതിയിലായി വരണമെങ്കിൽ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം എന്താണ്? വലിയ വായുള്ള മുഴുത്ത കുപ്പി. കുപ്പി എന്നതിന് മുന്നിൽ മുഴുത്ത എന്ന് ചേർക്കുമ്പോൾ എന്ത് വ്യത്യാസമാണ് ഉണ്ടായത്? വായുള്ള മുഴുത്ത കുപ്പി എന്ന് പറയുമ്പോഴോ വലിയ വായുള്ള മുഴുത്ത കുപ്പി എന്ന് പറയുമ്പോഴോ ഇതുപോലെ ഒരു വാക്കിനെ വിശേഷിപ്പിക്കാൻ ഒന്നിലധികം വാക്കുകൾ ചേർത്ത് പറയാം. അതിന് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്താമോ? വലിയ വായുള്ള മുഴുത്ത കുപ്പി എന്ന് പറയുമ്പോൾ കുപ്പിയുടെ 2 വിശേഷണങ്ങൾ നമുക്ക് മനസ്സിലാകും. കുപ്പിക്ക് വലിയ വാ ആണെന്നും അതുപോലെ തന്നെ മുഴുത്ത കുപ്പിയാണെന്നും അല്ലേ. ഇത് കുപ്പിയുടെ രൂപത്തെ കൂടുതൽ നമുക്ക് വ്യക്തമാക്കാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലുള്ള മറ്റ് വാക്യങ്ങൾ ഏതൊക്കെയാ? നനഞ്ഞു കുതിർന്ന മണ്ണ്, വാടിക്കരിഞ്ഞ പൂവ്, കരഞ്ഞു കലങ്ങിയ കണ്ണ്, നല്ല മൂത്ത് പഴുത്ത ചക്ക, നല്ല വെളുവെളുത്ത പാല്, നല്ല വെളുത്തു തുടുത്ത പഴം, കരിഞ്ഞുണങ്ങിയ ചെടി,
നീണ്ടു കൂർത്ത വടി, വലിയ ഉരുണ്ട പന്ത്, തുടുത്ത മിനുത്ത മുഖം, ചെറിയ ചുവന്ന മീൻ, നീണ്ടു മെലിഞ്ഞ മൂക്ക്, തടിച്ച കറുത്ത ആന. ഇതുപോലെ ഒരുപാട് എഴുതാം അല്ലേ? അടുത്തത് നോക്കിക്കേ, ശാസ്ത്രത്തിൻ്റെ സഹായത്തോടെ നാം പല അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നു. അത്തരമൊരു അത്ഭുതം കാണിച്ചു തരുന്ന ഈ കാർട്ടൂൺ നോക്കൂ. ഒരു ചെറിയ കുട്ടി ദൂരദർശനിയിലൂടെ നോക്കിയിട്ട് എന്താണ് ചേച്ചിയോട് പറയുന്നത്? അയ്യോ ചേച്ചി, ഇതാ അത്ര അടുത്ത് ഒരു കുറുക്കൻ, പേടിയാവുന്നു പറയാണ്. അപ്പം ചേച്ചി പറയാണ്, നീ ഇതൊന്ന് തല തിരിച്ച് പിടിച്ച് നോക്ക്, ഇപ്പോഴോ എന്നല്ലേ. അപ്പോഴാണ് കുട്ടിക്ക് സമാധാനമായത്. ഹാവൂ എന്ന് പറയാണ് അല്ലേ. അപ്പോൾ ദൂരദർശനിലൂടെ നോക്കുമ്പോൾ ദൂരെയുള്ളവ നമുക്ക് അടുത്ത് കാണാൻ പറ്റും. അപ്പോൾ അകലെയുള്ളവയെ അടുത്ത് വലുതാക്കി കാണിച്ചു തരുന്ന ഒരു ഉപകരണമാണല്ലോ ദൂരദർശിനി. അത് തിരിച്ചും മറിച്ചും പിടിച്ചു നോക്കി കാഴ്ചയിൽ വരുന്ന മാറ്റങ്ങൾ ആസ്വദിക്കൂ. അപ്പോൾ ദൂരദർശിനി എന്താണെന്നൊന്ന് നോക്കാം അല്ലേ? ദൂരദർശിനിയിൽ ഉപയോഗിക്കുന്ന ലെൻസാണ് ഈ ദൃശ്യം വലുതാക്കിയും ചെറുതാക്കിയും കാണിക്കുന്നത്. മുൻഭാഗം അല്പം തള്ളിയിരിക്കുന്ന ലെൻസിലൂടെ നോക്കുമ്പോൾ വസ്തുക്കൾക്ക് വലുപ്പം കൂടുതൽ തോന്നും. എന്നാലോ ഈ ലെൻസ് തിരിച്ചു പിടിച്ച് നോക്കുമ്പോൾ അതേ വസ്തു തന്നെ വലിപ്പം കുറവായി തോന്നും. അപ്പം മക്കൾ ടീച്ചർ ക്ലാസ്സിൽ ദൂരദർശിനി കൊണ്ടുവന്നാൽ നോക്കിയിട്ട് ഒന്ന് മനസ്സിലാക്കണം കേട്ടോ, എങ്ങനെയൊക്കെയാണ് കാണുന്നതെന്ന്, എന്താണ് കാഴ്ചയിൽ വരുന്ന മാറ്റങ്ങൾ എന്നൊക്കെ മക്കൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ ഒരു പാഠഭാഗത്ത് ഇത്രയും പ്രവർത്തനങ്ങളാണുള്ളത്. മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.